+1 സപ്ലിമെന്ററി അലോട്ട്മെന്റ് അപേക്ഷാ സമർപ്പണത്തിൽ സർക്കാർ ഇരട്ട നയം. അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടിയിട്ടും ഇഷ്ടവിഷയം കിട്ടാത്തതിനോ ദൂരക്കൂടുതൽ കൊണ്ടോ പ്രവേശനം നേടാനാകാത്ത കുട്ടികളോട് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷിക്കരുത് എന്ന് നിർദ്ദേശം നൽകി. എന്നാൽ VHSCയിൽ നോൺ ജോയിനിങ് വിദ്യാർത്ഥികൾക്ക് സപ്ലിമെന്ററി അപേക്ഷ നൽകാം. ഷഹദ് റഹ്മാൻ ചേരുന്നു. ഷഹദ്, ഈ പ്രതിസന്ധിയുടെ തുടർച്ച തന്നെയാണ് അതും, അല്ലേ? തീർച്ചയായും ആഷ്മി, കാരണം ആ പ്രതിസന്ധി ഉണ്ടെന്നും അത് രൂക്ഷമാണെന്നും എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇപ്പം സപ്ലിമെന്ററി അപേക്ഷകരുടെ എണ്ണം തന്നെ വ്യക്തമാക്കുന്നത്. മലപ്പുറം ജില്ലയിൽ മാത്രം ഏകദേശം 16,000-ഓളം വിദ്യാർത്ഥികളാണ് സപ്ലിമെന്ററി ആയിട്ട് അപേക്ഷിച്ചിട്ടുള്ളത്. അതിനർത്ഥം ഈ 16,000-ഓളം വിദ്യാർത്ഥികൾ ഇപ്പോഴും പുറത്താണ് എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ നോൺ ജോയിനിങ്, അതായത് അപേക്ഷ നൽകാൻ പറ്റാത്ത വിദ്യാർത്ഥികളുണ്ട്. ആ വിദ്യാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 7,054 അപ്പം ഈ 16,000-നൊപ്പം തന്നെ ഈ 7,054 വിദ്യാർത്ഥികൾ കൂടി ചേരുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു കണക്കാകും മലപ്പുറത്ത് മാത്രം. സമാനമായ രീതിയിൽ മറ്റു ജില്ലകളിലും കണക്കുണ്ട്. കോഴിക്കോടും വലിയ രീതിയിൽ വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലെ സാഹചര്യത്തിലുള്ളത്. അപ്പോൾ ഈ കണക്ക് കൂടുതലായിട്ട് പുറത്തേക്ക് വരരുത് എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് സർക്കാർ എന്ത് ചെയ്തത്? കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സപ്ലിമെന്ററി അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ അപേക്ഷിച്ച അല്ലെങ്കിൽ നോൺ ജോയിനിങ് വിദ്യാർത്ഥികൾ ഈ സപ്ലിമെന്ററി അപേക്ഷ നൽകരുത് എന്നൊരു കാര്യം പറഞ്ഞത്. എന്നാൽ അതേ സമയത്ത് VHSCയിൽ ഈ നോൺ ജോയിനിങ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാനും സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ സർക്കാരിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ സർക്കാരിന്റെ കള്ളക്കളിയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കൂടുതൽ വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിച്ചിട്ടില്ല എന്ന കണക്ക് പുറത്തു വരരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് സർക്കാർ അത്തരത്തിലൊരു കാര്യം ചെയ്തിട്ടുള്ളത്. ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ നോൺ ജോയിനിങ് വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും പുറത്തു നിൽക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ മലപ്പുറം നഗരത്തിൽ താമസിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് നിലമ്പൂരിലോ അല്ലെങ്കിൽ തിരൂരിലോ സീറ്റ് ലഭിച്ചിട്ട് കാര്യമില്ല. കാരണം 1 മണിക്കൂറോ 1.5 മണിക്കൂറിലധികം ട്രാവൽ ചെയ്ത് സ്കൂളിൽ എത്തുക, അല്ലെങ്കിൽ ദിവസവും സ്കൂളിലേക്ക് പോവുക, രാവിലെയും വൈകിട്ടും പോവുക എന്നുള്ളത് പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല. അതുപോലെ തന്നെയാണ് സയൻസ് പഠിക്കേണ്ട ഒരു കുട്ടിക്ക് ഹ്യൂമാനിറ്റീസ് കിട്ടിയിട്ടോ ഹ്യൂമാനിറ്റീസ് പഠിക്കേണ്ട കുട്ടിക്ക് സയൻസോ അല്ലെങ്കിൽ കൊമേഴ്സോ കിട്ടിയിട്ടോ ഒരു കാര്യവുമില്ല. അപ്പോൾ അതുകൊണ്ട് ആണ് ഈ 7,000-ലധികം വിദ്യാർത്ഥികൾ സീറ്റ് ലഭിച്ചിട്ടും പിന്നീട് പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിഷേധങ്ങളെയും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെയും മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയും തടയിടുക എന്ന ലക്ഷ്യത്തോടു കൂടി കണക്കുകൾ ചെറുതാക്കി കാണിക്കണം. സർക്കാർ നേരത്തെ എന്താണോ പറഞ്ഞത്, അതായത് പ്രതിസന്ധി ഉണ്ടായിരുന്നില്ല എന്ന് സർക്കാർ പറഞ്ഞത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള സർക്കാരിന്റെ ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് നിലവിലെ സാഹചര്യത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അല്പസമയം മുമ്പ് മുസ്ലിം ലീഗിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. കാരണം ഈ കണക്ക് കൂടി പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ഇന്ന് സർക്കാരിൽ സമർപ്പിക്കുന്ന 2-അംഗ കമ്മിറ്റിയുടെ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് വളരെ നിർണായകമാണ്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്ത് സമീപനമാണ് സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളും അതുപോലെ തന്നെ ആദ്യം മുതൽ തന്നെ സമരരംഗത്തുണ്ടായിരുന്ന മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികളും ഇതുമായി ബന്ധപ്പെട്ട് ഉറ്റുനോക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായിട്ട് സീറ്റ് വർധനവുണ്ടായില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് വീണ്ടും ഇറങ്ങാനാണ് നിലവിലെ സാഹചര്യത്തിൽ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെയും ഒപ്പം തന്നെ മുസ്ലിം ലീഗിന്റെയും തീരുമാനം. ഓക്കെ, അപ്പോൾ അവിടെ പ്രതിസന്ധി ഉണ്ട് എന്ന് ആവർത്തിക്കുന്ന വാർത്തകൾ പുറത്തേക്ക് വരികയാണ്. അത് പരിഹാരം ഉണ്ടാവട്ടെ. സമിതി റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഒരു പരിഹാരത്തിലേക്ക് സർക്കാർ പോകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം.